പെറുവിന്റെ സാംസ്കാരിക നഗരമായ കുസ്കോയിൽ കാലെ പലാസിയോ എന്ന തെരുവിൽ എത്തി നിൽക്കുകയാണ് ഞാൻ. കുസ്കോ നഗരത്തിന്റെ കിഴക്കൻ കുന്നിൻ ചെരുവുകളാണിത്. നഗരത്തിലെ നൂറുകണക്കിനായ ഇടത്തെരുവുകളിലൊന്ന്. തെരുവോരങ്ങളിൽ കാണുന്നതെല്ലാം ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. ചെറിയ ഹോട്ടലുകൾ, ലോഡ്ജുകൾ, സുവനീർ കടകൾ, കരകൗശല വസ്തുക്കളുടെ വിപണന കേന്ദ്രങ്ങൾ. അതിനിടയിൽ ചരിത്ര നിർമ്മിതികൾ, മ്യൂസിയങ്ങൾ, പഴയ പള്ളികൾ, കൊട്ടാരങ്ങൾ എന്നിവയെല്ലാമുണ്ട്. ഇപ്പോൾ നടന്നെത്തിയിരിക്കുന്നത് ഇവിടുത്തെ റിലീജിയസ് ആർട്ട് മ്യൂസിയത്തിന് സമീപത്തേക്കാണ്. പല കാലങ്ങളിലായി അതിൽ ഏച്ചുകെട്ടലുകൾ നടത്തിയിരിക്കുന്നു. മ്യൂസിയത്തിനു മുന്നിൽ ഒരു സ്ക്വയറാണ്, വളരെ ചെറിയൊരു ചത്വരം. അതിലേക്ക് പല വഴികൾ വന്നു ചേരുന്നു. ഇന്ത്യൻ ശൈലിയിൽ തട്ടുടുത്ത ഒരാൾ മുന്നിൽ പോകുന്നുണ്ട്. റിലീജിയസ് മ്യൂസിയത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെയൊരു കെട്ടിടമുണ്ട്. ആർക്കി എപ്പിസ്കോപ്പൽ പാലസ് എന്ന് ഇതറിയപ്പെടുന്നു. അതിലും പ്രമുഖമായ നിർമ്മിതി ഇക്കാണുന്ന മതിലുകളാണ്. ഹാത്തൂൻ റുമിയോക്ക് എന്ന തെരുവിന്റെ ഇരുവശത്തുമുള്ള മതിലുകൾ. ഇരുവശത്തെയും മതിലുകൾ പ്രത്യേക രീതിയിൽ മിനുസപ്പെടുത്തിയെടുത്ത കൂറ്റൻ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. കുസ്കോയിൽ ഇന്നും പൂർണ്ണതയോടെ നിലനിൽക്കുന്ന ഇൻക ഭരണകാലത്തെ തെരുവുകളിലൊന്നാണിത്. 12 ആംഗിൾഡ് സ്റ്റോൺ എന്നാണ് ഗവേഷകർ ഈ കല്ലുകളെ വിശേഷിപ്പിക്കുന്നത്. കല്ലുകളെ തമ്മിൽ ചേർത്തുറപ്പിക്കാൻ മോർട്ടാർ ഉപയോഗിച്ചിട്ടില്ല. ചേർന്നിരിക്കുന്ന ഈ കല്ലുകൾക്കിടയിലൂടെ ഏറ്റവും കനം കുറഞ്ഞ ഒരു പേപ്പർ കഷ്ണം പോലും കടത്താനുമാവില്ല. അത്ര കൃത്യതയോടെയാണ് കല്ലുകൾ ഒന്നിനോടൊന്ന് അടുക്കിയിരിക്കുന്നത്. ഒരു അത്ഭുത നിർമ്മിതിയാണിത്. ഇൻക രാജാവിന്റെ വേഷം ധരിച്ച് ഇങ്ങനെ ചിലർ വഴിയോരത്തു നിൽപ്പുണ്ട്. പണം നൽകിയാൽ സഞ്ചാരികൾക്ക് രാജാവിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. പലാസിയോ ഇൻക റോക്ക എന്ന ഇൻകകളുടെ വലിയൊരു കൊട്ടാരത്തിന്റെ ഭാഗമായിരുന്നു ഈ മതിൽക്കെട്ടും സ്ട്രീറ്റും. സ്പെയിൻകാർ പിടിച്ചെടുത്ത ആ കൊട്ടാരം പിന്നീട് പ്രഭുമന്ദിരമായും കുസ്കോയിലെ ആർച്ച് ബിഷപ്പിന്റെ കൊട്ടാരമായുമെല്ലാം മാറ്റുകയാണ് ഉണ്ടായത്. മതിലിൽ കല്ലുകൾ തമ്മിൽ ചേർത്ത് വച്ചിരിക്കുന്നതിലെ വൈദഗ്ധ്യമാണ് ഏറ്റവും ശ്രദ്ധേയം. 7 നൂറ്റാണ്ടിനുമേൽ പ്രായമുള്ള മതിലാണ്. അന്ന് ഇൻകകളുടെ വാസ്തുവിദ്യാ ശൈലി ഇതായിരുന്നു. ക്വാറിയിൽ നിന്ന് കൊണ്ടുവരുന്ന വലിയ കല്ലുകൾ നിർമ്മാണ വേളയിലാണ് ഈ വിധം ചെത്തിയൊരുക്കുക. അതിവിപുലമായിരുന്നു അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇൻക റോക്ക പാലസ് കോംപ്ലക്സ്. ക്യുസ്റ്റ സാൻ ബ്ലാസ് എന്ന തെരുവാണിത്. അതിന്റെ ഓരങ്ങളിലെല്ലാം ഇങ്ങനെ കച്ചവടക്കാരുണ്ട്. കളിപ്പാട്ടങ്ങളും കൗതുക വസ്തുക്കളും ഗോത്ര ആഭരണങ്ങളും അമേരിന്ത്യൻ ശൈലിയിൽ നെയ്ത തോൾ സഞ്ചിയുമെല്ലാം വിൽക്കുന്നവർ. പ്രത്യേകമായൊരു ഭാവമുള്ള തെരുവ്. പരസ്യ പോസ്റ്ററുകൾ കൊണ്ട് കെട്ടിടഭിത്തികളെ വൃത്തിഹീനമാക്കിയിട്ടില്ല. മൂത്രഗന്ധമില്ലാത്ത, മാലിന്യം കുന്നുകൂടാത്ത, തുറന്ന ഓടകളില്ലാത്ത തെരുവുകൾ. ഭാവനാലേശമില്ലാതെ ഇലക്ട്രിക് പോസ്റ്റുകൾ വഴികളിൽ സ്ഥാപിച്ചിട്ടില്ല. പഴമ അതേവിധം നിലനിർത്തുന്നു. സാംസ്കാരിക പ്രാധാന്യമുള്ള ചരിത്ര നഗരങ്ങളെ സംരക്ഷിക്കുന്ന രീതി ഇതാണ്. വൃത്തിയും ഭംഗിയുമുണ്ട്. കുന്നുകളെ കയറിയും ഇറങ്ങിയും പോകുന്ന ഇടുങ്ങിയ പാതകൾ. പഴയ കാലത്തേതുപോലെ കല്ല് വിരിച്ചാണ് അവ നിലനിർത്തുന്നത്. 4 നൂറ്റാണ്ടുകൾക്ക് മുൻപും ഈ തെരുവുകൾക്ക് പറയത്തക്ക വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ലെന്നോർക്കണം. സാൻ ബ്ലാസ് പ്ലാസയിലേക്ക് നടക്കുമ്പോൾ വഴിയോരത്ത് എവിടെയും കാണാം ഇത്തരം കടകൾ. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കടകളാണ്. ആഭരണങ്ങളും തിരുസ്വരൂപങ്ങളും പെയിന്റിങ്ങുകളും മാസ്കുകളും മറ്റും നിരത്തി വെച്ചിരിക്കുന്ന കടകൾ. അതിമനോഹരമായ പെയിന്റിങ്ങുകൾ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു. കടകൾ പിന്നിട്ട് നടന്ന് ഞാൻ സാൻ ബ്ലാസ് സ്ക്വയറിലേക്കെത്തി. വലിയ മനോഹാരിതയുള്ള ചത്വരമൊന്നുമല്ല ഇത്. ഒരു ചെറിയ സ്ക്വയർ. സാൻ ബ്ലാസ് ചർച്ച് എന്ന ഈ ദേവാലയമാണ് ഇവിടുത്തെ പ്രധാന നിർമ്മിതി. 1544 നിർമ്മിച്ച പള്ളിയാണ്. കുസ്കോയിൽ ഇന്നൊരു ദിവസം കൊണ്ട് നിരവധി പള്ളികൾ ഞാൻ കണ്ടുകഴിഞ്ഞു. ഇങ്ങനെ പല ഇടവഴികൾ സാൻ ബ്ലാസ് സ്ക്വയറിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. ഇൻകകളുടെ ഒരു ക്ഷേത്രം നിലനിന്നിടത്താണ് സ്പെയിൻകാർ ഇഗ്ലേസിയ സാൻ ബ്ലാസ് എന്ന ഈ ദേവാലയം നിർമ്മിച്ചത്. ഇൻകകൾ ഇടിമിന്നലിന്റെ ദേവനായി ആരാധിച്ചിരുന്ന ഇല്ലപ്പയുടെ ക്ഷേത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്.
ക്ഷേത്രത്തിന് വിശാലമായ ഒരു മുറ്റമുണ്ടായിരുന്നു. ഇടിമിന്നൽ ദേവനെ പ്രീതിപ്പെടുത്താൻ ചില പ്രത്യേക ദിവസങ്ങളിൽ രാത്രിയിൽ ക്ഷേത്രമുറ്റത്ത് പ്രത്യേക ചടങ്ങുകളും നടന്നിരുന്നു. സ്പാനിഷ് കൊളോണിയൽ കാലത്തിന്റെ ആദ്യ നാളുകളിൽ നഗരത്തിലെ പ്രമുഖമായ മതകേന്ദ്രമായി മാറി പ്ലാസ സാൻ ബ്ലാസും ദേവാലയവും. 1600കളിൽ ഫൗണ്ടനുകളും ചെറിയ ഉദ്യാനവും സജ്ജീകരിച്ച് പ്ലാസ സാൻ ബ്ലാസിനെ ഒന്ന് സൗന്ദര്യവൽക്കരിച്ചിരുന്നു. പ്ലാസയിൽ നിന്നും നീണ്ടുപോകുന്ന തെരുവുകൾ എത്ര മനോഹരമാണെന്ന് കാണുക. ഗംഭീരമായ നിർമ്മിതികളൊന്നുമല്ല ഇവിടെ കാണുന്നത്. എന്നാൽ പഴമയെ നിലനിർത്തുന്ന രീതിയും വൃത്തിയുമെല്ലാം ശ്രദ്ധേയമാവുന്നു. ഡൽഹിയിലെ ചാന്ദിനി ചൗക്കും മറ്റും ഈ വിധം സജ്ജീകരിച്ചാൽ എത്ര സുന്ദരമായിരിക്കും. പുരാതന നഗരഭാഗങ്ങൾ ഈ വിധം തന്നെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. അനാവശ്യ ബോർഡുകളോ ചുവരെഴുത്തുകളോ ഇല്ല. ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കുസ്കോയുടെ താഴ്വാര കാഴ്ച ലഭിക്കുന്നു. തെരുവുകളിലെല്ലാം നിറഞ്ഞു നീങ്ങുന്നത് ടൂറിസ്റ്റുകളാണ്. സാൻ ബ്ലാസ് സ്ക്വയറിലേക്ക് കുന്നുകയറിയെത്തുന്ന ടൂറിസ്റ്റുകൾ. കുസ്കോയുടെ ഏത് ഇടത്തെരുവിലുമുണ്ട് ഈ ടൂറിസ്റ്റ് ബാഹുല്യം. അമേരിന്ത്യൻ ഗോത്ര സ്ത്രീകളെയും തെരുവിൽ കാണാം. ഇൻകകളും മറ്റ് അമേരിന്ത്യൻ ഗോത്രക്കാരും മെസ്റ്റിസോകളുമെല്ലാം ഉണ്ടതിൽ. പുറത്ത് ഒരു ഭാണ്ഡമെന്നോണമാണ് കുട്ടിയെ തൂക്കിയിട്ടിരിക്കുന്നത്. ചിലർ എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്യുന്നു. സൗഹൃദ ഭാവമുള്ളവരാണ് ഇവിടെ കാണുന്ന ഗോത്രമനുഷ്യരിൽ കൂടുതലും. ക്വേസ്റ്റ സാൻ ബ്ലാസിൽ ഒരു ഉത്സവ പറമ്പിലെന്നോണം ജനം നിറഞ്ഞൊഴുകുകയാണ്. സ്പാനിഷ് കൊളോണിയൽ കാലത്ത് കരകൗശല വിദഗ്ധരുടെ ഒരു തെരുവായിരുന്നു ഇത്. വീണ്ടും ഞാൻ ഹാത്തൂൺ റുമിയോക്കിന്റെ കൺമതിലുകളുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. സ്ട്രീറ്റിന്റെ ഒരു ഭാഗത്തെ കൽക്കെട്ട് സ്പാനിഷ് കാലത്തെപ്പോഴോ പുനർനിർമ്മിച്ചതാണ്. പലയിടത്തും കല്ലുകൾ തമ്മിൽ ചേരുന്നില്ലെന്ന് കാണാം. എന്നാൽ ഇടതുവശത്ത് ഇൻകാ കാലത്തെ മതിലിന്റെ പൂർണ്ണത കാണുക. വലിയ കല്ലുകളെ കൂട്ടിയിണക്കാൻ അവയ്ക്കിടയിൽ ഒരു ചീള് പോലും അടിച്ചു കയറ്റേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ കാണുമ്പോൾ കോൺക്രീറ്റ് ബ്ലോക്കുകളാണെന്ന് തോന്നും. ഈ വഴി നേരെ നടന്നെത്തുക കുസ്കോയുടെ പ്രധാന സ്ക്വയറിലേക്കാണ്. ഇടവഴികളിലൂടെയും സിംഗിൾ ട്രാക്ക് ഗതാഗതം അനുവദിക്കുന്നുണ്ട്. ചില തെരുവുകളിൽ ഇങ്ങനെ ചില ചന്തകളുണ്ട്. ഇൻക മാർക്കറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇൻകകളുടെ കരകൗശല വസ്തുക്കളും അവർ നെയ്തെടുക്കുന്ന തുണിത്തരങ്ങളും തൊപ്പികളും ആഭരണങ്ങളുമെല്ലാം വിൽക്കുന്ന കടകൾ. നിറങ്ങളുടെ ഒരു സവിശേഷ ലോകമാണ് ഇൻക മാർക്കറ്റ്. അവരുടെ വസ്ത്രത്തിന്റെ പ്രത്യേകത തന്നെ ഈ നിറപ്പകട്ടാണ്. വസ്ത്രങ്ങൾ, കമ്പിളിപ്പുതപ്പ്, സഞ്ചികൾ, ശിരോവസ്ത്രങ്ങൾ എന്നിങ്ങനെ എല്ലാമുണ്ട്. ഇതെല്ലാം കരകൗശലത്തിലൂടെ ഗോത്രജനതയുണ്ടാക്കുന്നതാണ്. വീട്ടിലിരുന്നുണ്ടാക്കുന്നവയും തൊഴിൽ സംഘങ്ങൾ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്നവയും ഒക്കെ ഉണ്ടാവും ഈ നിരന്നിരിക്കുന്നവയിൽ. ഇത്തരം നിരവധി മാർക്കറ്റുകളുണ്ട് കുസ്കോ നഗരത്തിലും പരിസരങ്ങളിലെ ഗ്രാമങ്ങളിലും. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെയാണ് ഇത്തരം മാർക്കറ്റുകൾ ഇവിടെ സജീവമായത്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വലിയ വിലയാണെന്നതാണ് ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. കടകളിൽ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സന്ധ്യയാവുന്നതോടെ ഈ തെരുവുകളെല്ലാം മറ്റൊരു ഭാവമണിയുകയാണ്. ഇടുങ്ങിയ തെരുവിന്റെ മധ്യത്തിലൂടെ കാറുകൾ കടന്നുപോകുന്നു. കുസ്കോ കത്തീഡ്രലിന്റെ പിൻഭാഗത്തേക്കാണ് ഇപ്പോൾ നടന്നെത്തിയിരിക്കുന്നത്. കത്തീഡ്രലിന് മുന്നിലെ സ്ക്വയർ ഇവിടെ നിന്ന് തന്നെ കാണാം. പള്ളിമുറ്റത്തെ നീളൻ പടവുകൾ. പ്ലാസ മയോറിനെ അതിരിടുന്ന ഗാംഭീര്യമാർന്ന കെട്ടിടങ്ങളിലെല്ലാം വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞു കഴിഞ്ഞു. പൗരാണികത തുളുമ്പുന്ന ബാൽക്കണികളിൽ ആളുകൾ നിറഞ്ഞുകഴിഞ്ഞു. പബ്ബുകളും റെസ്റ്റോറന്റുകളും ഷോപ്പുകളുമെല്ലാം സജീവമായിരിക്കുന്നു. നീലാകാശവും അതിനു കീഴെ വൈദ്യുതി വെളിച്ചം പടരുന്ന ചരിത്ര മന്ദിരങ്ങളും പ്ലാസ മയോറിനെ അനുപമമായ ഒരു പ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണ്. സ്ക്വയറിലേക്ക് വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനവും പ്രകാശവിന്യാസവുമെല്ലാം ചേരുന്ന ഈ കാഴ്ച പ്രത്യേകമായൊരു അനുഭൂതിയാണ് പകരുന്നത്. കുസ്കോ നഗരത്തിലും പരിസരങ്ങളിലുമായി പലവിധ ടൂറുകളിൽ പങ്കെടുത്തവരെല്ലാം വൈകുന്നേരമായതോടെ സ്ക്വയറിലെ ബെഞ്ചുകളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇനി രാത്രി ഭക്ഷണത്തിനായി അവരെല്ലാം റെസ്റ്റോറന്റുകളിലേക്ക് കയറി തുടങ്ങും. പെറൂവിയൻ വിഭവങ്ങൾ ആസ്വദിച്ചും ഒരു ബിയറോ അല്പം മദ്യമോ നുകർന്നും ബാൽക്കണികളിലും ചൂടാക്കി നിർത്തിയ അകത്തളങ്ങളിലും അവരങ്ങനെയിരിക്കും.
ഇന്ന് കണ്ട കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞും പകർത്തിയ ഫോട്ടോകൾ പങ്കുവച്ചും നാളെ പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തും ഈ സന്ധ്യയെ അവർ അവിസ്മരണീയമാക്കും. ആളുകൾക്ക് ഒത്തുകൂടാനും വിശേഷങ്ങൾ പറഞ്ഞിരിക്കാനും സായന്തനങ്ങളെ ആസ്വദിക്കാനുമുള്ള കേന്ദ്രങ്ങളാണ് ഇത്തരം സാംസ്കാരിക നഗരങ്ങളിലെ ചത്തുരങ്ങൾ. ഇന്നത്തെ കച്ചവടം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ഇൻകാ സ്ത്രീകൾ. ഇവിടുത്തെ ജീവിതം ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നിൽക്കുന്നത് രസകരമാണ്. സ്ക്വയറിൽ മാത്രമല്ല, അതിനെ അതിരിടുന്ന കെട്ടിടങ്ങളിലും അതിന് പിന്നിലെ നഗരഭാഗങ്ങളിലും മലഞ്ചെരുവിലെ ഗ്രാമങ്ങളിലുമെല്ലാം വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞുകഴിഞ്ഞു. നഗരത്തിനു മേൽ നല്ല തണുപ്പ് ഇറങ്ങിയിരിക്കുന്നു. രാത്രിയാവുന്നതോടെ 5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കുസ്കോയിലെ താപനില. കനത്ത കമ്പിളിക്കുപ്പായവും കമ്പിളിത്തൊപ്പിയും ധരിച്ചാണ് ആളുകൾ പുറത്തിറങ്ങുന്നത്. കുസ്കോ കത്തീഡ്രലിന്റെ തിണ്ണയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചത്തുരത്തിലെ സായന്തനം കാണുകയാണ്. എന്റെ നാട്ടിൽ നിന്നും ഏറെ അകലെയുള്ള ലാറ്റിൻ അമേരിക്കയിലെ ഒരു സാംസ്കാരിക നഗരം. 500 വർഷം മുൻപ് തന്നെ ഈ ചത്തുരം സായന്തനങ്ങളിൽ ഏറെ സജീവമായിരുന്നിരിക്കാം. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. നേരം 6 മണിയായിട്ടേ ഉള്ളൂ. സ്പാനിഷ് കൊളോണിയൽ ശൈലിയിലുള്ള കെട്ടിടങ്ങളിൽ വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞപ്പോൾ അവയ്ക്ക് പ്രത്യേകമായൊരു ഭാവം കൈവന്നിരിക്കുന്നു. ഇരുനില കെട്ടിടങ്ങൾ. അതിലെല്ലാം ആളുകൾ നിറഞ്ഞുകഴിഞ്ഞു. പ്ലാസയുടെ മധ്യത്തിലെ ഫൗണ്ടന്റെ ചുവട്ടിൽ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നു. മുകളിൽ ഇൻകാ രാജാവിന്റെ പ്രതിമയുമായി നിലകൊള്ളുന്ന ഫൗണ്ടൻ. പ്ലാസ മയോറിന്റെ ഒത്ത മധ്യമാണിത്. ഏതെല്ലാമോ നാടുകളിൽ നിന്നെത്തിയ ആളുകൾ. സാംസ്കാരിക വിനിമയം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ഇവിടെ ജാതിമത ചിന്തകളോ രാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകളോ ഇല്ല. ഇതാണ് മനുഷ്യകുലത്തിന്റെ ഔന്നിത്യം പ്രകടമാക്കുന്ന സ്ഥലങ്ങളിലൊന്ന്. സാംസ്കാരിക വിനിമയത്തെ ഏറ്റവും സാർത്ഥകമാക്കുന്നത് ടൂറിസം തന്നെയാണ്. മറ്റൊന്നും ചെയ്യാനില്ലാതെ, മറ്റൊന്നും ചിന്തിക്കാനില്ലാതെ ഇരിക്കുമ്പോഴാണ് ആളുകൾ സങ്കുചിതമായ മതചിന്തകളിലേക്ക് പോകുന്നത്. മനുഷ്യർ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ അത്തരം ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആളുകൾ സഞ്ചരിച്ചു തുടങ്ങട്ടെ. സങ്കുചിത ചിന്തകളിൽ നിന്നും പുറത്തു കടക്കട്ടെ. അത് വലിയ സാംസ്കാരിക മുന്നേറ്റങ്ങളാണ് ഉണ്ടാക്കുക. സന്ധ്യയിൽ പ്ലാസ മയോറിലൂടെ ചുറ്റി നടക്കുകയാണ് ഞാൻ. ഇനി നഗരത്തിലെ അധികം കാഴ്ചകളിലേക്ക് പോകാൻ ഉദ്ദേശമില്ല. അല്പം ഭക്ഷണം വാങ്ങി ഹോട്ടലിലേക്ക് പോകണം. ഡെൽ മിഡിയോ എന്ന ഇടത്തെരുവിലാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. ഈ തെരുവിന്റെ ഓരത്താണ് ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടൽ. ഇനി മുറിയിലേക്ക് പോകണം. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ് 2:30 ലിമയിൽ നിന്ന് പുറപ്പെട്ടതാണ്. 2 മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. അതിനാൽ നല്ല ക്ഷീണമുണ്ട്. മാത്രമല്ല, നാളെ പുലർച്ചെ 3 മണിക്ക് എനിക്ക് മാച്ചുപിച്ചുവിലേക്ക് പുറപ്പെടേണ്ടതുണ്ട്. ഇന്നും വളരെ കുറച്ചുനേരം മാത്രമേ ഉറങ്ങാനാവൂ. നാളെ ദീർഘമായ നടത്തവും മലകയറ്റവുമെല്ലാം ഉള്ളതാണ്. കോണിപ്പടികൾ കയറി മുറിയെടുത്തിരിക്കുന്ന എൽ പെരിഗ്രീനോ ഹോസ്റ്റലിലേക്ക് നടന്നു. കൗണ്ടറിൽ ഉണ്ടായിരുന്ന സ്ത്രീ 3-ാം നമ്പർ മുറിയാണ് എന്റേതെന്ന് പറഞ്ഞു തന്നു. 3-ാം നമ്പർ മുറിയിലേക്ക് കയറി. ചെറിയൊരു മുറിയാണ്. ഇനി ഈ കിടക്കയിൽ അല്പം വിശ്രമം. അടുത്ത പുലർച്ചെ 3 മണിക്ക് ഒരാൾ എന്നെ അന്വേഷിച്ച് പടവുകൾ കയറി വരുന്നുണ്ട്.
അയാൾ എന്റെ പേര് വിളിച്ച് ചോദിച്ചു. Okay. ആൾ ഞാൻ തന്നെയെന്ന് മറുപടി കൊടുത്തു. മാച്ചു പിച്ചുവിലേക്കുള്ള യാത്രയ്ക്കായി എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ടൂർ കമ്പനി പ്രതിനിധിയാണിത്. പുറത്തിറങ്ങുമ്പോൾ തെരുവ് തീർത്തും വിജനമാണ്. നല്ല തണുപ്പ്. 2 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. പ്രധാന തെരുവിൽ 1-2 വാഹനങ്ങളും ഏതാനും ആളുകളുമുണ്ട്. എന്നെപ്പോലെ മാച്ചു പിച്ചുവിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളെ പല ഹോട്ടലുകളിൽ നിന്നും പിക്കപ്പ് ചെയ്യാൻ വന്ന വാഹനങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പോകാനുള്ള വാനിലേക്ക് കയറി. ഇതിലുമുണ്ട് എന്നെ കൂടാതെ 6 യാത്രികർ. വാൻ പുറപ്പെടുകയാണ്. എന്നെ ഹോട്ടലിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നയാൾ കൂടെ വരുന്നില്ല. വഴിമധ്യേ ഞങ്ങളെ കാത്ത് മറ്റൊരാൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അയാൾ യാത്രയായി. ഞങ്ങളെ പല ഹോട്ടലുകളിൽ നിന്ന് വിളിച്ചിറക്കി മിനി വാനിൽ കയറ്റിവിടുന്നത് മാത്രമേ ഉള്ളൂ അയാളുടെ ജോലി. ഒല്ലാൻ തായ് താംബോ എന്നൊരു സ്ഥലത്തേക്കാണ് ഈ വാഹനം പോകുന്നത്. കുസ്കോ നഗരം ഉറക്കമാണ്. ശരിക്കും കുസ്കോയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഞങ്ങൾ യാത്ര പുറപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ നിന്നും ഇപ്പോൾ ട്രെയിനില്ല. അതിനാൽ ഒല്ലാൻ തായ് താംബോ സ്റ്റേഷനിൽ നിന്ന് വേണം ട്രെയിനിൽ കയറാൻ. ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പെറുവിയൻ ഗ്രാമങ്ങൾക്കുമേൽ പ്രഭാതം വിടരുന്ന കാഴ്ചയായി. മിനി ബസിൽ 2 മണിക്കൂറിന്റെ യാത്രയുണ്ട് ഒല്ലാൻ തായ് താംബോയിലേക്ക്. കൃഷിയിടങ്ങൾ കടന്ന് ഗ്രാമങ്ങൾ കടന്ന് മേഘങ്ങൾ താഴ്ന്നുമേയുന്ന താഴ്വരകൾ കണ്ടുകൊണ്ട് രസകരമായൊരു യാത്ര. പ്രകൃതി സാവധാനം തെളിഞ്ഞുവരുന്നത് കുറെ നേരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയം 5 മണിയായിരിക്കുന്നു. ഇപ്പോൾ വാഹനം ഉറുബാമ്പ എന്നൊരു പട്ടണത്തിലേക്ക് എത്തുകയാണ്. ആൻഡീസ് പർവ്വതനിരയിലെ ചിക്കോൺ പർവ്വതച്ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഉറുബാമ്പ. ഇൻക സാമ്രാജ്യകാലത്തെ പ്രമുഖമായൊരു ജനവാസ കേന്ദ്രമായിരുന്നു ഉറുബാമ്പ. ഇൻകകൾ കീച്ചുവ എന്ന് വിളിച്ചിരുന്ന വിശുദ്ധ താഴ്വരയിലെ പ്രധാന പട്ടണം. ഉറുബാമ്പ നദിയുടെ തീരത്താണിത്. ഉറുബാമ്പ പട്ടണം കഴിയുന്നതോടെ കൃഷിയിടങ്ങളുടെ കാഴ്ചയായി. ചെറിയ വയലുകൾ, പിന്നെ ചെറുഗ്രാമങ്ങൾ. മോക്കോപാറ്റ എന്ന ഗ്രാമമാണിത്. 12-ാം നൂറ്റാണ്ടിലെ ഒരു ഇൻക പട്ടണത്തിന്റെ ശേഷിപ്പുകൾ മോക്കോപാറ്റയിലുണ്ട്. ഇതെല്ലാം വിശുദ്ധ താഴ്വരയുടെ ഭാഗം തന്നെയാണ്. മലഞ്ചെരുവിലും താഴ്വരകളിലുമായി ഇൻക ക്ഷേത്രങ്ങളും മറ്റ് ഇൻക നിർമ്മിതികളുടെയും ധാരാളം അവശിഷ്ടങ്ങളുള്ള പ്രദേശങ്ങൾ. നിർഭാഗ്യവശാൽ എനിക്ക് മിനി വാനിന്റെ ഏറ്റവും പിന്നിലെ സീറ്റാണ് കിട്ടിയത്. ദുഷ്കരമാണ് അവിടെ ഇരുന്നുള്ള യാത്രയും ഷൂട്ടിങ്ങും. പുറത്ത് ചെറിയ മൂടൽമഞ്ഞുണ്ട്. വാഹനത്തിന്റെ ചില്ലാകട്ടെ അത്ര തെളിച്ചമുള്ളതുമല്ല. എങ്കിലും പുറത്തെ മലയോര ഗ്രാമങ്ങളുടെ കാഴ്ച രസകരമാണ്. സമ്പന്ന പ്രദേശങ്ങളല്ല ഇതൊന്നും. ആംഗോ പച്ച എന്ന പ്രദേശമാണിത്. ഇൻകകളുടെ വിശ്വാസപ്രകാരം പ്രത്യേക പ്രാധാന്യമാർന്ന മലനിരയാണ് ആംഗോ പച്ച. ഇവിടെയുമുണ്ട് ഏതാനും ഇൻക ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ. പ്രത്യേക ഭാവമാർന്ന ഒരു മലനിര. അത് പിന്നിടുമ്പോൾ വീണ്ടും കൃഷിയിടങ്ങളുടെ കാഴ്ചയായി. പയർവർഗ്ഗങ്ങളും ഇൻക ചോളവുമാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. ഈ കൃഷിയിടങ്ങൾക്കെല്ലാം നനവ് പകരുന്നത് ഉറുബാമ്പ നദിയാണ്. ഞാൻ കടന്നുപോകുന്ന പാതയുടെ ഇടതുവശത്തുകൂടി നദി ഒഴുകുന്നുണ്ട്. ഇൻകകളുടെ വിശുദ്ധ നദിയായിരുന്നു ഉറുബാമ്പ. ആ നദിയുടെ സമീപത്ത് തന്നെയാണ് മാച്ചു പിച്ചുവും. ഇപ്പോൾ ഞങ്ങളുടെ വാഹനം ഒല്ലാൻ തായ് താംബോയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ചെറിയ പട്ടണമാണിത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേണം ഞങ്ങൾക്ക് ട്രെയിനിൽ കയറാൻ. ടൗണിൽ ഒരിടത്ത് ഞങ്ങളെ കാത്തുനിൽക്കുകയായിരുന്ന ഒരാൾ വാനിലേക്ക് കയറി. ഞങ്ങളെ ട്രെയിനിൽ കയറ്റിവിടേണ്ട ചുമതല അയാൾക്കാണ്. ഇന്ന് പ്രമുഖമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണിവിടം. ബാക്ക് പാക്ക് ടൂറിസ്റ്റുകളുടെ ഒരു ബേസ്. റെയിൽവേ സ്റ്റേഷന് സമീപം വാഹനം നിന്നു. തണുപ്പുള്ള ഈ പുലർക്കാലത്തും പാതയിൽ ധാരാളം ആളുകൾ. ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മാച്ചു പിച്ചു എന്ന ഇൻക അത്ഭുതം കാണാൻ വന്നവർ. അവരെല്ലാം ഒല്ലാൻ തായ് താംബോയിൽ നിന്നുമാണ് ട്രെയിനിൽ കയറി മാച്ചു പിച്ചുവിലേക്ക് പോവുക.
പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാനായി വഴികാട്ടി ഞങ്ങളെ ധൃതിയിൽ നടത്തുകയാണ്. പുലർച്ചെ തന്നെ സ്റ്റേഷൻ പരിസരം സജീവമായി കഴിഞ്ഞു. ഇതാണ് ഒല്ലാൻതായ് താംബോ സ്റ്റേഷൻ കവാടം. ടിക്കറ്റുള്ളവരെ മാത്രമേ അകത്തേക്ക് കടത്തിവിടൂ. ഗൈഡ് യാത്ര പറഞ്ഞ് വൈകിട്ട് തിരികെ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഗേറ്റ് കടന്നുപോയി. ഇവിടെ ഒരു ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതിലേക്ക് ആളുകൾ കയറുന്നു. 10ഓളം കോച്ചുകളുള്ള ട്രെയിൻ. യാത്രക്കാർക്ക് കോച്ചും സീറ്റുമെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സീറ്റ് പിടിക്കാനാവില്ല. ഈ തിരക്കിങ്ങനെ കണ്ടിരിക്കെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടില്ലേ എന്നൊരു ഉത്കണ്ഠയുണ്ട്. ജാലകത്തിനരികിൽ ഇരിപ്പിടം കിട്ടിയില്ലെങ്കിൽ മാച്ചു പിച്ചുവിലേക്കുള്ള യാത്രയിലെ കാഴ്ചകൾ സൗകര്യപ്രദമായി പകർത്താനാവില്ലല്ലോ. ഈ ട്രെയിൻ പോയി കഴിഞ്ഞ് ഇതേ ട്രാക്കിൽ തന്നെ മറ്റൊരു ട്രെയിൻ വരും. 6 മണിക്ക് ഇവിടെ നിന്നും പുറപ്പെടുന്ന ആ ട്രെയിനിലാണ് എനിക്ക് കയറേണ്ടത്. ഈ ട്രെയിനിന്റെ രീതികൾ ഒരു റിഹേഴ്സൽ എന്നോണം ഞാൻ കണ്ടു നടക്കുകയാണ്. അങ്ങേയറ്റത്ത് ഒരു വെയിറ്റിംഗ് റൂമുണ്ട്. അവിടെ ചെന്നിരിക്കാമെന്നാണ് ഗൈഡ് പറഞ്ഞിരുന്നത്. വെയിറ്റിംഗ് റൂമിനടുത്ത് റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നിന്നും ആവശ്യമെങ്കിൽ ഭക്ഷണം കഴിക്കാം. ഈ ട്രെയിൻ പോയി കഴിഞ്ഞേ അടുത്ത ട്രെയിൻ എത്തൂ. ഞാൻ മുന്നോട്ട് നടന്നു. വെയിറ്റിംഗ് റൂമിൽ ചെന്ന് അല്പം വിശ്രമിക്കാം.